ഞാൻ കീരിക്കാടൻ ജോസ്. പ്രധാന വാർത്തകൾ. ആണക്കാട്ടിൽ ഈപ്പച്ചൻ മെമ്മോറിയൽ ചാമ്പ്യൻസ് ട്രോഫി ഓർത്തഡോക്സ് ഫുട്ബോൾ ക്ലബ് കരസ്ഥമാക്കി. പരമ്പര തീർത്ഥാടനത്തിനായി മുംബൈ നിന്നും പ്രത്യേക ട്രെയിൻ. മലങ്കര ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. മലപ്പുറം പതാനത്തിലെ ശുശ്രൂഷകാര് ഇന്ന് പണിമുടക്ക് നടത്തി. വാഗത്താനം ഡാവിൻഷി കോഡ് കത്തീഡ്രൽ ജനറൽ കൺവീനർ ഹോർമിസ് തലകൻ രാജിവെച്ചു. ദാദർ NGOCSന്റെ ക്ഷണപ്രകാരം മഹാബലി ഇന്ന് മുംബൈയിൽ. വാർത്തകൾ വിശദമായി. ആനക്കാട്ടിൽ ഈപ്പച്ചൻ മെമ്മോറിയൽ ചാമ്പ്യൻസ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് യാക്കോബായ യൂത്ത് ക്ലബിനെ പരാജയപ്പെടുത്തി ഓർത്തഡോക്സ് ഫുട്ബോൾ ക്ലബ് കിരീടം കരസ്ഥമാക്കി. ആദ്യവും വാശിയേറിയ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി അവസാനിക്കുവാൻ 3 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ യാക്കോബായ യൂത്ത് ക്ലബിന്റെ ക്യാപ്റ്റനായ സിനദീൻ എൽദോ എതിർ ടീമിന്റെ ക്യാപ്റ്റനായ ഒളിമ്പ്യൻ അന്തോണി യാദവിനെ തലകൊണ്ടിടിച്ച് വീഴ്ത്തിയതിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ കളിയുടെ ആധിപത്യം ഓർത്തഡോക്സ് ഫുട്ബോൾ ക്ലബ് ഏറ്റെടുത്തു. തന്റെ സഭയെ മോശമായി പറഞ്ഞതിനാണ് തലകൊണ്ടിടിച്ച് വീഴ്ത്തിയതെന്ന് സിനദീൻ എൽദോ പിന്നീട് വാർത്താലേഖകരോട് പറഞ്ഞു. പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ഓർത്തഡോക്സ് ഗോൾ കീപ്പർ ആടുതോമായുടെ മികച്ച പ്രകടനം ഒന്നുകൊണ്ട് മാത്രമാണ് കപ്പ് നേടുവാനിടയാക്കിയത്. ഓർത്തഡോക്സ് ഫുട്ബോൾ ക്ലബിന് വേണ്ടി കോട്ടയം കുഞ്ഞച്ചൻ, ഉപ്പൻ വർക്കി, നെട്ടൂർ സ്റ്റീഫൻ എന്നിവർ ഗോളുകൾ സ്വന്തമാക്കിയപ്പോൾ യാക്കോബായ യൂത്ത് ക്ലബിന് വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ മാത്രമാണ്. ഓർത്തഡോക്സ് ഫുട്ബോൾ ക്ലബിന്റെ ക്യാപ്റ്റൻ ഒളിമ്പ്യൻ അന്തോണി ആദം സാംസ്കാരിക വകുപ്പ് മന്ത്രി മാന്നാർ മത്തായിൽ നിന്നും ട്രോഫി സ്വീകരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുംബൈ ഭദ്രാസനത്തിലെ 30ാം വാർഷിക ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് പരമല തിരുമേനിയുടെ കബറിടത്തിലേക്ക് മുംബൈയിൽ നിന്നും ഇടയക മെത്രാപോലിത്തായുടെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര നടത്തുന്നതാണ്. 15 ബോഗികളുള്ള പ്രത്യേകം ട്രെയിനിലാണ് ഈ യാത്ര. ഒക്ടോബർ 30 രാത്രി 9:30 ദാദറിൽ നിന്നും പുറപ്പെട്ട് നവംബർ 6 രാവിലെ തിരികെ എത്തിച്ചേരുന്നതാണ്. ഇനി ഒരു ഇടവേള. പ്ലീസ് സ്റ്റേ വിത്ത് us. വാർത്തകൾ തുടരുന്നു. മലങ്കര ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ 69ാം ദേശീയ സമ്മേളനത്തിൽ നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് അംഗീകരിച്ചു. അതനുസരിച്ച് ഇനി മുതൽ 15-നും 40-നും മധ്യേ പ്രായമുള്ള യുവതികളെയും ഉൾപ്പെടുത്തി പ്രസ്ഥാനം ശക്തിപ്പെടണമെന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കൽപ്പനയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മറിയാമ്മ ചാപ്പോ ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ മറിയാമ്മ. ഹലോ ജോസ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഈ കൽപ്പനയെ യുവജന പ്രസ്ഥാനക്കാർ എങ്ങനെയാണ് കാണുന്നത്? യുവജനങ്ങൾ വളരെ ഉത്സാഹത്തിലാണ്. സ്ത്രീകൾ കൂടി യൂത്ത് ലീഗിലേക്ക് ചേരുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് അവരുടെ വിശ്വാസം. ഹലോ, ഈ കൽപ്പനയുടെ വെളിച്ചത്തിൽ ചെറുപ്പക്കാരായ യുവതികൾ കൂട്ടമായി യൂത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ശരിയാണോ? ശരിയാണ്. കേരളത്തിലുള്ള മിക്ക പള്ളികളിലും സ്ത്രീ സമാജം നിന്നുപോകുന്ന സ്ഥിതിയാണ് ഇപ്പൊ ഇവിടെ. ഈ സ്ഥിതി തുടർന്നു പോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് സഭാ നേതൃത്വം എന്തെങ്കിലും നടപടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതായി അറിയാമോ? ഇതിന് പരിഹാരമായി 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ ഉൾപ്പെടുത്തി സ്ത്രീ സമാജം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ. മുംബൈയിലെ ദാദർ പോലെയുള്ള വലിയ ഇടവുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം ഒന്ന് പറയാമോ? പറയാം. ദാദർ പള്ളിയിലെ യുവതികൾ യൂത്ത് ലീഗിലേക്ക് ചെല്ലാത്തതിന്റെ ദുഃഖത്തിലാണ് അവിടുത്തെ ചെറുപ്പക്കാരിപ്പം. സ്ത്രീകളെ സ്വാധീനിക്കുവാൻ ദാദറിലെ യുവജന പ്രസ്ഥാനക്കാർ എന്തെങ്കിലും
മാർഗങ്ങൾ സ്വീകരിക്കുന്നതായി അറിയാമോ? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സ്വാധീനിക്കാൻ ചെല്ലുന്നവരെ സ്ത്രീകൾ കൂട്ടമായി അടിച്ചു ഓടിക്കുന്ന റിപ്പോർട്ടാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നന്ദി. കോട്ടയത്തിൽ നിന്ന് ന്യൂസ് ടിവിയിലേക്ക് വേണ്ടി മറിയാമ്മ ചാക്കോ. താങ്ക് യു. അടുത്തത് മലപ്പുറം ഭദ്രാസനത്തിൽപ്പെട്ട ജൂദാസ് ഇസ്കാരിയോത്ത പള്ളിയിലെ പ്രധാന ശുശ്രൂഷകാരനെ വികാരിയച്ഛൻ കപ്പയാൽ എന്ന് വിളിച്ചതിൽ പ്രതിഷേധിച്ച് ഭദ്രാസനത്തിലെ മുഴുവൻ ശുശ്രൂഷകാരും ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തി. ശുശ്രൂഷക യൂണിയനിൽ ലഭിച്ച പരാതിയുടെ വെളിച്ചത്തിൽ ഒരു ദിവസത്തെ മിന്നൽ പണിമുടക്കിന് യൂണിയൻ പ്രസിഡന്റ് കാഞ്ചിരപ്പള്ളി പാപ്പൻ ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി മേലിൽ കപ്പയാൽ എന്ന് വിളിക്കുകയില്ല എന്ന ഉറപ്പിന്മേൽ സമരം പിൻവലിച്ച് ഒത്തുതീർപ്പായി. ഇനി ഒരു ഇടവേള കൂടി. പ്ലീസ് സ്റ്റേ വിത്ത് us. കഴുകിയിട്ടും കഴുകിയിട്ടും ഈ ആൾക്കെന്താ പോകാത്തത്? വന്നല്ലോ വന്നല്ലോ വനമാല, വന്നല്ലോ വർഷങ്ങളോളം വസ്ത്രങ്ങൾ, വന്നല്ലോ വന്നല്ലോ വനമാല, വന്നല്ലോ വർഷങ്ങളെല്ലാം സുശോഭിതമ. ലാലാ 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 ലാലാ. വർഷങ്ങളോളം വസ്ത്രങ്ങൾക്ക് നിറവും തിളക്കവും ഏറുന്ന വൻമാല വാഷിംഗ് പൗഡർ ഉപയോഗിക്കുക. വൻമാല വാഷിംഗ് പൗഡർ. ലാലാ 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 ലാലാ. പാകിസ്ഥാനും ഡാവിഞ്ചി കോഡ് കത്തീഡ്രൽ ജനറൽ കൺവീനർ ഹോർമീസ് തലസ്ഥാനം പള്ളിമുതശ്ശി മുമ്പായി രാജിവെച്ചു. പള്ളിയുടെ ജീർണോദ്ധാരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസിദ്ധീകരിച്ച സൂചനയിൽ തന്റെ ഫോട്ടോ ചെറുതായി പോയി എന്നുള്ള ആക്ഷേപത്തെ തുടർന്നാണ് രാജി. ഇടവകമെത്ത പൊടിക്കാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം അദ്ദേഹം രാജി പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇടവകമെത്ത പൊടിക്കാരുടെ ഫോട്ടോയേക്കാൾ മുമ്പിൽ സഭയ്ക്ക് നേരെ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടുകൂടി അദ്ദേഹം രാജി പിൻവലിച്ച് സഭയിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകി. ദാദർ എൻജിഒസിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ന് മുംബൈയിലെ പാതാളം ഇന്റർനാഷണൽ ടെർമിനലിൽ എത്തിച്ചേരുന്ന മഹാബലി കൃത്യമായ വരവേൽപ്പ് നൽകുന്നതാണ്. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിച്ചേരുന്ന മഹാബലി 25 വർഷം പിന്നിട്ട ദമ്പതിമാരെ ആദരിക്കുന്ന ചടങ്ങിൽ സംബന്ധിച്ചതിനു ശേഷം ഓണസദ്യയും കഴിഞ്ഞ് ഇന്ന് തന്നെ വിതാൻ എയർവേസിന്റെ പ്രത്യേക വിമാനത്തിൽ തിരിച്ചു പോകുന്നതുമാണ്. ഒരു ഇടവേള കൂടി. പ്ലീസ് സ്റ്റേ വിത്ത് us. देखो बारिश हो रही है, it's raining, it's raining, it's raining. देखो बारिश हो रही है, it's raining, it's raining, it's raining. മഴ മഴ കുട കുട, മഴ വന്നാൽ കോപ്പിക്കുട, മഴ മഴ കുട കുട, മഴ വന്നാൽ പിടിക്കുട. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഈ മാസം 12-ാം തീയതി പരിമലയിൽ നടക്കുന്ന മലങ്കര അസോസിയേഷന്റെ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പുണ്ടായി. കൂടാതെ ഈ മാസം 20, 21, 22 ഈ തീയതികളിൽ വാശിയിൽ വെച്ച് നടത്തപ്പെടുന്ന അഖില മലങ്കര സി സമാജത്തിന്റെ ത്രിദിന കോൺഫറൻസിന്റെ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അറിയിക്കുന്നു. കൂടാതെ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർക്ക് ചിക്കുൻകുനിയ പിടിപെടാതിരിക്കാൻ സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കണമെന്നും അറിയപ്പെടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനക്കാട്ടിൽ ഈപ്പച്ചൻ മെമ്മോറിയൽ ചാമ്പ്യൻസ് ട്രോഫി ഓർത്തഡോക്സ് ഫുട്ബോൾ കരസ്ഥമാക്കി. പരിമല തീർത്ഥാടനത്തിനായി മുംബൈയിൽ നിന്നും പ്രത്യേക ട്രെയിൻ ഒക്ടോബർ 30-ന് യാത്ര തിരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് വിഭജന പ്രസ്ഥാനത്തിൽ ഇനി മുതൽ 15-നും 40-നും മധ്യ പ്രായമുള്ള യുവതികളെയും ഉൾപ്പെടുത്തി ഭരണഘടന ഭേദഗതി ചെയ്തു. മലപ്പുറം പഞ്ചായത്തിൽപ്പെട്ട പ്രധാന ആത്മായ ശുശ്രൂഷകർ ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തി. പുതുക്കിപ്പണിത വാഹത്താനം ഡാവിഞ്ചി കോഡ് കത്തീഡ്രൽ ജനറൽ കൺവീനർ ഹോർമീസ് തലസ്ഥാനം രാജിവെച്ചു. ദാദർ MDSSന്റെ പ്രത്യേക ക്ഷണപ്രകാരം മഹാബലി ഇന്ന് മുംബൈയിൽ എത്തിച്ചേരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അടുത്ത വർഷം ഓണത്തിന്. നന്ദി, നമസ്കാരം.